ആഗ്രഹിച്ചതുപോലെ ഋതിക മാഡം എന്റെ ജീവിതത്തിൽ നിന്ന് പോയി. ഇത്ര നേരമായിട്ടും രാജു എന്നെ വിളിച്ചില്ല, വിളിക്കുകയില്ല. കാരണം രാജുവിന്റെ മനസ്സിൽ ഞാനില്ലല്ലോ. പക്ഷെ എനിക്ക് എന്താ പറ്റിയേ? ഞാൻ എന്തിനാ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറിച്ചു കളഞ്ഞ ഋതിക മേഡത്തെ കുറിച്ച് ചിന്തിക്കുന്ന? വേണ്ടായിരുന്നോ? ഋതിക മേഡത്തെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് വർമ്മ സാറിനോട് ഞാൻ പറയണ്ടായിരുന്നു. ഏയ്, നീ എന്താ രാജു ഇങ്ങനെ ചിന്തിക്കുന്ന? പാടില്ല, ഒരിക്കലും നീ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഋതിക മേഡം വർമ്മ സാറിന്റെ മകളാ. ജനമി വഴിയിൽ ഇനി വഴി പിരിയാം എന്നിനവുകളെ അലയുമി കരയിൽ അറിയാൻ മതന്നകളെ തരിശോ ആഗ്രഹിച്ചാലും പ്രതീക്ഷിച്ചാലും ഒരു തെറ്റുമില്ല മോളെ. നീ ചിന്തിച്ചത് ശരിയാ. പക്ഷെ നിന്നെ കേൾക്കാനുള്ള മനസ്സ് ഞാൻ കാണിച്ചില്ല. അവിടെയാ തെറ്റ് സംഭവിച്ചത്. സോറി മോളെ. എന്താ ചെയ്ത് അച്ഛൻ എന്നോട് സോറി പറയുന്ന? ഞാനാണ് നിങ്ങളെല്ലാവരോടും മാപ്പ് ചോദിക്കേണ്ട. എന്റെ മനസ്സിൽ തോന്നിയൊരു ആഗ്രഹത്തിന് പിന്നാലെ ഈ വീട്ടിലുള്ള എന്നെ സ്നേഹിക്കുന്ന ആരെക്കുറിച്ചും ചിന്തിക്കാതെ ഞാൻ എടുത്തു ചാടി. തെറ്റ് എന്റെ ഭാഗത്ത് അച്ഛൻ. ഞാനാ അച്ഛനോടും രാജുനോടും എല്ലാരോടും ക്ഷമ ചോദിക്കേണ്ട. ഞാനാ തെറ്റ് ചെയ്തത്. കരയില്ലേ? അച്ഛാ, സമയം ഒരുപാട് ലേറ്റായി. നീ ഉറങ്ങിക്കോ മോളെ. സഹിക്കാനാവാത്ത വിഷമങ്ങൾ കരഞ്ഞു തീർത്താൽ മനസ്സിന്റെ ഭാരം കുറയുമെന്നാ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമുക്ക് പ്രിയപ്പെട്ടവരാണെന്ന് കരുതുന്ന എല്ലാവരും നമ്മളെ വിട്ടു പോയേക്കാം. ആ വേദന
ജീവിതകാലം മുഴുവനും ചിലപ്പോ നമ്മളെ വേട്ടയാടിയേക്കാം. മുന്നോട്ട് ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും ഓർമ്മകൾ നമുക്ക് തരുന്ന വേദനകൾ പുതിയ പാഠങ്ങളാക്കി ജീവിക്കാൻ നീ പഠിക്കണം. ഇപ്പൊ നിനക്ക് തരാൻ അച്ഛൻ ഈ ഉപദേശം മാത്രമേ ഉള്ളൂ. അറിയില്ല. രാജു ഒന്നും മിണ്ടില്ല. കാരണം രാജുവിന് എന്നെ ഇഷ്ടല്ല. രാജുവിന് എന്നെ വേണ്ട. പക്ഷെ എനിക്ക് രാജുവിനെ വേണം. എനിക്ക് രാജുവിനെ ഇഷ്ടമാണ്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് രാജുവിനെയാ.